വണ്ടി വലിച്ച് പോരുത്തിട്ടോ. വണ്ടിയും വലിച്ച് പോകരുതിട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ സൽമായ ഇന്ന് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ സൽമായുടെ കൂടെ നമ്മൾ ഇന്ന് ക്യാമ്പിംഗ് ആണ്. എന്താ വെച്ചാൽ സൽമാൻ ഇന്ന് ദൂരത്തോട്ടൊന്നും നടത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, ദൂരം എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ വേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പോകുന്നില്ല. ഇന്ന് സൽമയും ഞാനും ഇവിടെ തന്നെയാണ് റെസ്റ്റ്. അല്ലേ സൽമ? ഞാൻ ടെന്റ് അടിച്ച് ഇവിടെ കിടക്കും, സൽമ അവിടെ കിടക്കും. അപ്പൊ അങ്ങനെയാണ് സെറ്റ് ആക്കിയിരിക്കണേ. എന്തായാലും ടെന്റൊക്കെ അടിച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ചിലപ്പോ ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, കാണിച്ചു കൊടുത്തേ. ഇത് രാവിലെ നമ്മുടെ സൽമായെ ഇങ്ങനെ കണ്ടിട്ട് ഇവൻ വരച്ചു തരാന്ന് പറഞ്ഞ് വരച്ചു തന്നാ കേട്ടോ. എന്റെ പേര് പറയും ആരവ് അനിൽ. ആരം അനിൽ. അങ്ങനെ നോക്കി പറയും. ആരവ് അനിൽ. ഏത് സ്കൂളിലാന്ന് പറയും? ഭാരതി വിദ്യാഭവൻ. എവിടെ? ബീനാച്ചി. ബീനാച്ചി അല്ലേ? ഇത് നമ്മുടെ സൽമയും വണ്ടിയും വരച്ചത് കണ്ടവൻ. ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ പിടിക്ക്. നീ എപ്പോ വരച്ചു? ഇന്ന് രാവിലെ. അതെ, രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് വരച്ചോ? സ്കൂളിൽ പോണതിന് മുമ്പ് വരച്ചിട്ട് പോയേ? അതെ. അപ്പൊ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, കുതിരകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കുതിരയുടെ ഫോട്ടോ ഒക്കെ വരയ്ക്കുന്നു ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ എന്തായാലും നമ്മുടെ സൽമയുടെ പുറത്ത് വരല്ലേ? ഓക്കെ അല്ലേ? ഇതിനുമ്പോ കയറിയിട്ടുണ്ടാ? എവിടുന്ന? അതെ, എങ്ങനെയുണ്ട്? സെറ്റാണോ? നമുക്കൊന്ന് റൗണ്ട് അടിക്കാം അല്ലേ? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പേടിയില്ലല്ലേ? ഓടിക്കട്ടെ? ഇറങ്ങാം അല്ലേ? ഇനി താങ്ക് യു പറയും. താങ്ക് യു സൽമ. ഇഷ്ടപ്പെട്ടില്ലേ? നാളെ വരില്ലേ? ശരി ട്ടാ. ഇതുണ്ടോ സൽമ? സൽമയെ വരച്ചത് ഉണ്ടാ? ട്യൂഷനോ സ്കൂളിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് സൽമയെ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ട് പിന്നെ വരച്ചതാട്ടോ. എന്തായാലും സൽമയും സൽമയുടെ വണ്ടി കണ്ടാ. അങ്ങനെ അവന് കുതിരപ്പുറത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മോനെ കുതിരപ്പുറത്തും കയറി ഒന്ന് റൈഡും നടത്തി. അവന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. പിന്നെ എല്ലാവരും വന്ന് പോയി. പിന്നെ നമുക്ക് സൽമയ്ക്ക് തീറ്റ കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ മിഞ്ഞാനത്തെ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്, അതിരുന്ന് എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. നമ്മളെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേര് വരുന്നു. അങ്ങനെ കുറേ പേര് വന്ന് നോക്കിട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയൊക്കെ ഒരു അതിശയമായിട്ടാണല്ലോ. എന്നുവെച്ചാൽ വളരെ റെയർ ആയതുകൊണ്ട് എല്ലാവരും കാണാനൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് എല്ലാവരും കുറേ പേര് വന്ന് നോക്കുന്നുണ്ട്. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് സൽമയ്ക്ക് കുറച്ച് തീറ്റ കൊടുത്ത് ആദ്യം സൽമയെ അങ്ങ് സെറ്റാക്കാം. നിക്കടി, ഇത് നനക്കട്ടെ നനച്ചിട്ട് വരാം. നനക്കട്ടെ കേട്ടോ. നനക്കട്ടെ സൽമ. മൂക്കിനകത്ത് കയറും പൊടി.
നമ്മുടെ സൽമാടെ വണ്ടിയിൽ ഈ ലൈറ്റ് വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ, പിന്നെ കുട്ടികളായിട്ടും വലിയ ആൾക്കാരായിട്ടും ഒരുപാട് പേരുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു റയറായിട്ടാണ് ഈ വണ്ടിയും കുതിരയൊക്കെ. അപ്പോൾ എല്ലാവർക്കും കാണാനൊരു ഇഷ്ടവും പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കലും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും പിന്നെ സൽമ ഇവിടെ ഉണ്ട്, സൽമ അപ്പുറത്ത് നിൽപ്പുണ്ട്, കാണുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരു ബ്ലോഗർ ഉണ്ടല്ലോ, വണ്ടിയും വലയും നമ്മുടേതായ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ മേളിൽ, നമ്മുടെ വണ്ടിയുടെ മേളിൽ. അപ്പോൾ പുള്ളി ഇവിടെ ടൗണിലാണ് ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം, പുള്ളി വരും. പിന്നെ പുള്ളിക്കും ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഈ കുതിരവണ്ടി ഇല്ല, കുതിരയില്ല. എല്ലാവരെയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിയും ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും വലിയവരും ചെറിയവരും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും സതീഷ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സെറ്റായിട്ടിരിക്കുക അല്ലേ. എന്നിട്ട് കുറച്ച് വിറക് വെച്ച് തീ കത്തിക്കണം കിടക്കാൻ നേരത്ത്, അത് പിന്നെ മതി. എന്തായാലും കുറച്ച് കട്ടൻ കാപ്പിയും കിടാം. സൽമ കാര്യമായിട്ട് വെള്ളം കുടിച്ചില്ല, വെള്ളം കൊടുത്തത് എന്താണാവോ. സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് വെള്ളം കൊടുക്കാറ്, ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ കൊടുത്തത്. ഓക്കെ, ഇനി കാപ്പി ആകുമ്പോഴത്തേക്ക് കാപ്പി ആയിട്ട് കുറച്ച് വിറക് എന്തെങ്കിലും എടുത്തിട്ട് വരാം. വിറകല്ല, കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഒന്ന് കത്തിച്ചിട്ട് കിടക്കാൻ. ഇവിടെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഒരു വൈബിന് നോക്കാല്ലേ. ഓ, കാപ്പി തിളച്ച്. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി. ഇപ്പോൾ പോയേനെ. കാപ്പി വേണോടി? ആണോ? എന്താണ്? എന്താടി? ആടാ, നമസ്കാരം. ഞാൻ നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഹായ് സൽമ. നീ ഇപ്പൊ വരുന്നു പറഞ്ഞതേ ഉള്ളൂ. ഇതേ നമ്മുടെ ബ്ലോഗർ കൂട്ടുകാരൻ എത്തിട്ടോ. നമസ്കാരം കേട്ടോ. അത് ശരി. സൽമ, ഞാൻ നീ വരുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി. സൽമക്കൊരു കടലമിഠായി. എനിക്കെന്താണെന്നേ? എനിക്കൊക്കെ എന്ത് കൊണ്ടുവരാനാ? നീ ഇവിടെ എന്ത് പണിയെടുത്തിട്ടാ നിനക്ക് തരണത്? അത് ശരി, ഞാൻ കട്ടൻ കാപ്പി പിടിച്ചോണ്ടിരിക്കില്ലേ. സൽമയാണ് ഇതിന്റെ ഒക്കെ ആള്. നിന്നെ വലിച്ചു കൊണ്ടുവന്നത് സൽമയാണ്. സൽമയല്ലേ പണിയെടുത്തത്? അപ്പൊ ഞാൻ വെറുതെ നിൽക്കാന്നല്ലേ നിന്റെ വിചാരം? അങ്ങനൊന്നല്ല, പക്ഷെ സൽമയാണ് ഇവിടുത്തെ താരം. എന്തോരം ആൾക്കാരായിരുന്നടാ. ഞാൻ റോഡിൽ വന്നിട്ട് അവിടെ വന്നിട്ടേ നോക്കുമ്പോ ഇവിടെ ഭയങ്കര ജനാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ജനാവലി പറഞ്ഞ ആളുകൾ കൂടി, ആളുകളൊക്കെ നിറച്ചു വന്നു ഫോട്ടോ എടുക്കാനേ. കുതിരവണ്ടി കാണുന്നില്ല, കുതിരക്കാരനെയും കാണുന്നില്ല, കുതിരനെ കാണുന്നുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ വല്ല തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഉണ്ട്, അത് തിന്ന് തിന്ന് കഴിഞ്ഞിട്ട് വരാം. നീ സൽമനെ ഇതേ ഉള്ളൂ കേട്ടോ, ഇനി ചോദിക്കരുത് കേട്ടോ. നീ സൽമനെ സോപ്പിടാൻ കൊണ്ടുവന്നാണെന്നൊരു സംശയം. കവറ് കളഞ്ഞു, ഇനി ഇല്ല എന്റെ അടുത്ത് കേട്ടോ. ഇനി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. സോപ്പിട്ട് ചേട്ടൻ മയക്കണ്ട. ഇനി ഇല്ല, കയ്യിലില്ല, അവിടെ ഇരിക്കും. ഇല്ല കേട്ടോ. അതാ കഴിഞ്ഞു, കലാശ്. പിന്നെ നമുക്ക് മുസ്ലിം കൂടി ഉണ്ടാക്കിയല്ലോടാ. ഉണ്ടാക്കാം. ചട്ടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചട്ടി ഉണ്ടല്ലോ എന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ? അത് ശരി, അത്രയും വലിയ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ട് ചട്ടി ഉണ്ടോ? അതെന്ത് ചോദ്യം? അറിയാതെ ചോദിച്ചതാ. ഇത്രയും ചെറിയ. പിന്നെ നമ്മുടെ സതീശന്റെ ചാനലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വണ്ടിയും വല എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഇട്ടിരിക്കുന്നത്. അപ്പൊ വണ്ടിയും വലയാണ് അല്ലേ, വണ്ടിയും വലയും. അപ്പൊ അതിൽ കോമഡി കണ്ടന്റ്, പിന്നെ ഇവൻ സിനിമ ഫീൽഡിലൊക്കെ ആദ്യം ഉള്ള ആളാട്ടോ. അപ്പൊ അതിന്റേതായ കുറെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത കുറെ ഷോർട്ട് ഫിലിം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ എണ്ണത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോ അതെല്ലാരും ഒന്ന് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, വണ്ടിയും വലയും. അപ്പൊ എങ്ങനെയും ഒന്ന് പച്ച പിടിക്കട്ടെ. പാവാണ്, എന്റെ കൂട്ടുകാരനല്ലേ. വണ്ടിയും വലയും ഒന്ന് സെർച്ച് ചെയ്തിട്ട് വീഡിയോ കണ്ടതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. നമ്മളൊന്ന് രക്ഷപ്പെട്ടെ. എൻ്റെ പണിക്കാരൻ
പാവാണ്. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകച്ചിക്കട. ഞാൻ പറയാ ഇവൻ പാവാത്, ഇവൻ പറയാ ഞാൻ പാവാ. എന്താ അറിയോ, അവനാണ് ഇതിന്റെയൊക്കെ എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അവനാണ്. അവന്റെ നല്ല മനസ്സും കൊണ്ടാണ് ഇപ്പൊ അവന്റെ ഫുൾ സപ്പോർട്ടിലാണ് ഇപ്പൊ ഞാൻ എന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ തുടങ്ങിയല്ല, അവൻ തുടങ്ങി തന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ട് പോകുന്നു. പിന്നെ എല്ലാത്തിനും പിന്തുണ അവൻ തരുന്നുണ്ട്. അപ്പൊ അവന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളൊക്കെ എനിക്കും കൂടി ഒന്ന് അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ ആണ്, ഞങ്ങൾ രണ്ടാളുടെയും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പുതിയ കണ്ടന്റുകൾ ഇനി അതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് ഭയങ്കര കുറേ ഷോർട്ട് ഫിലിം അങ്ങനെ കുറേ സംഭവങ്ങൾ സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി സന്ദേശം കൊടുക്കുന്ന വീഡിയോകൾ ചെയ്യാൻ ഇപ്പം നമുക്കൊരു കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മാഷ്, ഒരു സ്കൂൾ മാഷ്, ഒരു അധ്യാപകൻ കുറേ കണ്ടന്റ് ആയിട്ട് അയാൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസ് വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. ഈ പണിക്കാരൻ്റെ കഠിനാധ്വാനമാണ് ഇപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. നല്ല മനസ്സുകൂടി. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത്ര വിനയത്തോടെ സംസാരിക്കാൻ കഴിയുന്നു? പൊതുവെ വീഡിയോയിലല്ല കേട്ടോ, അവൻ ഭയങ്കര അങ്ങനെയല്ല, അങ്ങനെ പാവാന്നല്ല പറയുന്നത്, ഭയങ്കര ഇതാണ്, ക്ഷമയും ഭയങ്കര ഒരു ഇതൊക്കെയാണ്. എനിക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. പക്ഷെ ഇവൻ വേറൊരു കാര്യം കേട്ടോ, ഈ സതീശിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവന്റെ വണ്ടിയിൽ മിക്ക ദിവസവും ഞാൻ തന്നെ പോണത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് ഞാൻ ബൈക്കൊന്നും എടുത്ത് പോയാലും ബൈക്ക് അവിടെ വെച്ചിട്ട് ഓട്ടോയിൽ ഇവന്റെ കൂടെ പോവാട്ടോ. ഇവൻ ആരെ കണ്ടാലും ഇവൻ പറയണത് ഇത് നമ്മുടെ യൂട്യൂബറാണ്, പണിക്കാരനാണ്, 85,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ എന്നല്ലാണ്ട് ഇവൻ പറയില്ല. ഇവൻ പറയുന്ന പറയും ശരിക്കും എനിക്ക് നാണക്കേടാവുക. അതല്ല എന്താ വെച്ചാല് എപ്പോ പോയാലും ഞാൻ അതാണ് വലിയ ആളാണ്, ഞാൻ വലിയ ആള് പോലെയാണ് ഇവൻ പറയണത് എല്ലാരോടും. ഞാൻ എന്താ ചെയ്യാ? അല്ല അങ്ങനല്ല, വലിയ ആൾ തന്നെയാണ്. എന്താ വെച്ചാല് ഈ 85,000 എല്ലാം കൊണ്ട് പറയല്ല, അവൻ വലിയ ആളെന്ന് ഞാൻ കാണുന്നത് എങ്ങനെയാ പറയാം. അവന്റെ 85,000 അവന് ഒരു ജാടയില്ല. എന്തൊക്കെയോ വലുതായിട്ട് കെട്ടിപ്പടുത്ത് ഉയർത്തി വലിയ നിലയിൽ എത്തണമെന്നില്ല. അവൻ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ. ഈ 85,000 അവന്റെ നല്ല മനസ്സിന്റെ ഒരു തുകയാണ് ഇപ്പോൾ ഈ 85,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. ഇപ്പോഴും അവൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ വീഡിയോ കാണുന്നുണ്ട്, കമന്റ് വായിക്കലുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്താ, കുറച്ച് നേരത്തും കൂടി ഞാൻ പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നീ അതുപോലെ ഒന്ന് ചെയ്യുക, ഒന്ന് എളുപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നന്നായിട്ട് കുറേ കയറി പോകാൻ പറ്റും. നീയേ കഥ പറഞ്ഞോണ്ടിരിക്കണ്ട, ഇത് 1/2 മണിക്കൂർ വീഡിയോ ആണ്. നിന്റെ കഥ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ പോകും. ഞാൻ ബുൾസ് ഉണ്ടാക്കട്ടെ. അത് ശരിയാ. ഇവൻ കഥ പറയാൻ നിന്ന് കഴിഞ്ഞാലേ സമയം ഒരുപാട് പോകും. നമുക്ക് ആകെ 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. ഞാൻ ആ എണ്ണ എടുക്കട്ടെ. നിനക്കുള്ളതൊന്നല്ല, പാവാടാ, പാവാണ്. എന്തെങ്കിലും കിട്ടുന്ന ഓർത്തിട്ടേ. പക്ഷെ എന്നാലും അത് നീ എണ്ണ അങ്ങോട്ട് കിട്ടി. സൽമക്കുള്ള സാധനം ഉണ്ടോ? ഉണ്ടോ? ആ ഇതാ ശർക്കര ഉണ്ട്. ആണോ? കൊടുക്ക്. ഇതായിക്ക് ഉണ്ട്, അതിന്റെ ഒരു കഷ്ടം കൊടുക്ക്. അത് ചെറിയ ചെറിയ കഷ്ണാക്കി കൊടുത്താ പൊട്ടിച്ച് മൊത്തത്തിൽ കൊടുക്കല്ലേ? ഇല്ല, ഇത്ര കൊടുത്തൂടെ? ഓ നോക്ക്. ആ സൽമാ, അതിന് ഭയങ്കര ഇഷ്ടമായി മധുരം. മധുരം ഇഷ്ടമാണ് അല്ലേ? കുതിരകൾക്ക് അങ്ങനെയാണോ? അതോ കുതിരകൾക്ക് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ സൽമയ്ക്കും ഇഷ്ടം. അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഇല്ല അല്ല, അവിടെ പോയി നിൽക്കി, അവിടെ നിൽക്കി. എന്നാ പാപ്പ തരാം ഒരു കഷ്ണം. അത് മേടിച്ചു തന്നു. പാപ്പാന്റെ കുട്ടിക്ക് തന്നില്ലേ? നീ വാപ്പ തന്നില്ല എന്ന് സങ്കടപ്പെടണ്ട. അയ്യോ പാവം. നിനക്കറിയോ എന്ത് ബുൾസ് ഉണ്ടാക്കാൻ? പിന്നെ പക്ഷേ ബുൾസ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സാധാരണ ഓംപ്ലേറ്റ് വേണം. ബുൾസ പോരെ? ഞാൻ ഉണ്ടാക്കി തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാ മതി. ബുൾസ എന്ന് പറയുമ്പോ അതിങ്ങനെ ഇങ്ങനെ വളവളാന്നുണ്ടാവില്ല. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി തന്നില്ലേ? ബുൾസ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ബുൾസ തിരിച്ചിടാ. ആ ഹലോ, കുറച്ച് വിട്ട് നിൽക്ക് മോളു. ബുൾസ ആഹാ തെറ്റിപ്പോയാ? അങ്ങനെ പോകാനല്ല പറഞ്ഞു. ഇങ്ങോട്ട് വാ സൽമാൻ, വരൂ. ആ അങ്ങനെ വരൂ. ഇത് പൊട്ടിക്കട്ടെ ഈ സാധനം. അല്ല നിനക്ക് എങ്ങനെ കൊണ്ടുവച്ചോ അങ്ങനെ ആയിക്കോ. വേണ്ട, നിനക്ക് ബുൾസയല്ലേ വേണ്ടേ? വേണ്ട, നിന്റെ ഇഷ്ടം. നീ ഇപ്പൊ എന്റെ ഗസ്റ്റാ. നീ എപ്പോഴും പറയില്ലേ നിന്റെ ഇങ്ങനെ അറിയട്ടെ എന്നറിയില്ലേ? അതാണല്ലേ നിന്റെ ഇഷ്ടം. അതെ അത് പറഞ്ഞോ. പക്ഷെ കേൾക്കുന്നവര് വിചാരിക്കും എന്താന്നല്ലേ, അതുകൊണ്ടായിരിക്കും നീ പറയായിരുന്നത്. അല്ലല്ല, നിന്റെ അറിയട്ടെ നീ മനസ്സിൽ വിചാരിച്ച് നീ പുറത്ത് പറയാത്ത എനിക്കറിയാം. നീ എന്നെ ക്ഷണിച്ചു വെച്ചിട്ട് ഇത് ഉണ്ടാക്കി തന്നിട്ട് അപമാനിച്ചു എന്ന് അവർക്ക് ചിലപ്പോ തോന്നി. പക്ഷെ അവനെ എവിടെ ക്യാമറ? അതാ അവിടെ. അവിടെയാണ്.
കാണൂല കേട്ടോ അവിടെ ലൈറ്റ് ഇങ്ങോട്ട് കണ്ടു കുത്തിയിട്ട്. ഉപ്പിട്ടോ? ചായ തട്ടും. ഉപ്പിട്ടോ നീ? ആ അപ്പൊ ഉപ്പിട്ട് കണ്ടില്ല. കിട്ടൂലേ? അയ്യോ, കുരുമുളക് പൊടി ഉണ്ടോ? അത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുളക് പൊടി മതിയോ? ഇതിങ്ങനെ എടാ അത് മുറിക്കുന്നതിന് മുന്നേ ഇങ്ങനെ മറിച്ചിടേ നമുക്ക്. ഇത് ഇത്രയും വലുതും അറിയില്ല. ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒറ്റ മറക്ക. പിന്നെ മുട്ട വാങ്ങാൻ പോണ്ടി കിടക്കാം. കടച്ചാണോ? ഞാനങ്ങനെ മറിച്ചിട്ടുണ്ട് ഇങ്ങനെ 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 ഒറ്റടല. അല്ല ഞാനും മറിച്ചിട്ടുണ്ട്. പക്ഷെ മറിച്ചിട്ട് പുറത്ത് പോയിട്ടുണ്ട്. അത് ഇതെന്തിനാ പിടിച്ചോണ്ടിരിക്കണേ? അതിലിടാനാ? അതിലിടാൻ. എട്ടേ? ആ കേട്ടോ. അടിപൊളി, സൂപ്പർ. കുരുമുളകിന്റെ പൊടി ഉണ്ടോ? കുരുമുളക് പൊടി വാങ്ങണം. ഇല്ലടാ, കൊറേ പാത്രം കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് മുളക് പൊടി ഉണ്ട്. മുളക് പൊടി ഇട്ടാൻ പറ്റില്ലല്ലോ. കുരുമുളക് പൊടി ഞാൻ പുളിച്ച ഉണ്ടാക്കട്ടെ. ഇതാർക്കത്? നീ മുണിക്കോ, എന്റെ അറിയട്ടെ. 4 എണ്ണോ? ആ തിന്നോ. ഇത് നീ എന്ത് ഇരുത്തി അപമാനിക്കാണ? അല്ല, ഞാനാരടാ. എടാ ഇത് മതി. അടച്ചോ. ഇപ്പൊ ഞാന് ഈ 4 മുട്ടയും വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ, ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ടോ? ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറയാനാ? നീ തിന്നാനായിട്ട് വന്നു പറയും. വേറെന്താ പറയാ? അല്ല അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. ഇന്നലെ ആളുകളൊക്കെ ഞാൻ നിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നടക്കുന്ന പരിപാടിയല്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യം. 4 മുട്ട ഒന്നും കഴിക്കാനല്ല, 2 മുട്ട ഒക്കെ കഴിക്കാം. എനക്കെന്താ കഴിച്ചാല്? കഴിഞ്ഞോ? ഇല്ല, ഓഫാക്കട്ടെ. ഓഫാക്ക്. അയ്യോ ഉപ്പിട്ടില്ലടാ. ഇപ്പിട്. ഇത് കറക്റ്റാ. കാപ്പി ഒന്നിട്ട് ചൂടാക്കണ്ടേ? കുറച്ചൊരു വെള്ളം ഒഴിക്കണോ? വേണ്ട, മതി. മതിയടാ. എവിടെ നിന്റെ കാപ്പിയും ഗ്ലാസും ഒക്കെ? അവിടെ കാപ്പിയും ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ കൊണ്ട് കളഞ്ഞാ? ഗ്ലാസിന്റെ മുകളിൽ കയറിയുന്നോ? അയ്യോ, ഇതിനുള്ളിൽ വെച്ചിരുന്നേ? ഇല്ലടാ, ഉള്ളിൽ കയറ്റിട്ടില്ല. അതെ, അവിടെ വെച്ചു. ക്യാമറ ഓണാക്കി വെച്ചിക്കണേ. അത് ശരി, ഓണാണോ? കൊറേ ആൾക്കാര് ഇങ്ങനെ പറയുന്നുണ്ട്, വണ്ടി ഒരു കുതിരവണ്ടി ഇവിടെ അമ്പലയില് വന്നിട്ടുണ്ടല്ലോ. പിന്നെ കുതിരവണ്ടി ഭയങ്കര ഫേമസ് ആയിട്ടോ. കയറ്റാനാണോ എന്താണ്? അപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് ഇത് അറിഞ്ഞിട്ടാ നീയാണെന്ന് അറിഞ്ഞിട്ടൊന്നല്ല അവരിങ്ങനെ പറയണത്. അപ്പൊ എനിക്ക് 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞു, അവന് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടേ അങ്ങനെ അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുതിരവണ്ടിയാണ്. അങ്ങനെ പണിക്കാരൻ എന്നുള്ള യൂട്യൂബറാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അല്ല അത് നീ എല്ലായിടത്തും പറയുന്ന കാര്യമല്ലേ? അല്ല, പക്ഷെ അവർക്ക് അറിയില്ലല്ലോ. അവര് വിചാരിക്കുന്ന ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. ഈ കുതിരവണ്ടി എന്തിനു കൊണ്ടുവന്നു, ഇവിടെ ടൂർ വന്നതാണോ, ഇങ്ങനെ പോകുമ്പോൾ ഓരോ പര്യടനമല്ലേ, വെറുതെ അങ്ങനെ കാശ്മീർ വരെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വയനാട്ടിൽ വന്ന് പെട്ടാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടേ ഇത് പൊട്ടി ഒലിച്ച് ദോഫാക്കട്ടെ. അങ്ങനെ കഴിക്കും. കഴിക്കാം. ഓക്കെ, കഴിക്ക്. മുണിക്കോ? അല്ലല്ല, ഇതാ ഇരിക്കുന്ന സൽമക്കുട്ടി. വാ, സൽമ തിന്നൂല. ഇതാ ഒരു രസം കൂടി കഴിക്കുക. മുട്ട തിന്നൂല. അതല്ല, മുട്ടല്ലേ ഇത്. സൽമതാ, എന്റെ മുട്ട പൊട്ടിടാ. അല്ലേ ഞാൻ പറഞ്ഞ നിന്റെ ബുൾസൈ പോയിന്ന്, പൊട്ടിന്ന്. ഉണ്ടോ പൊട്ടി? അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അതിങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് പച്ചച്ചൂരടിക്കൂലേ. ഇതാ ഇത് കഴിക്കി. നീ കാപ്പി പിടിച്ച് ഗ്ലാസ് ഉണ്ടാ? ഞാൻ കുറച്ച് ചൂടുള്ള കാപ്പി വെച്ചു. കുറച്ചുകൂടി ചൂടുള്ള. ഇന്നലെ സുഖമുള്ളടാ. മതി. അതെ, ബ്രാഡ് ക്യാമ്പില് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചല്ല, ലൈവ് പിന്നെ ഇതില് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവന് അമേരിക്കക്കാരൊക്കെയാണ് കേട്ടോ സബ്സ്ക്രൈബർ. അത് എന്റെ സബ്സ്ക്രൈബർ അല്ല, ശരിക്കും നമ്മുടെ ആശാന്റെ ഈ അമേരിക്കയിലുള്ള ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന വലിയൊരു സബ്സ്ക്രൈബർ ഇവന് കമന്റ് ചെയ്യുന്നുണ്ട്. നൗഷുവിന്റെ സബ്സ്ക്രൈബറാണ്. ഇപ്പൊ എന്റെയും കൂടി ആയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടു, 3-ാമത്തെ ലൈവാണ്. ഇപ്പൊ ഇന്നൊരു ലൈവ് ഇട്ടു, 2 ദിവസം നൈറ്റിലാ ലൈവ്. ഞങ്ങള് ചുമ്മാ ഇവന് ലൈവ് ഇട്ട് പഠിക്കുക കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ലാസ്റ്റ് ടൈം ആകുമ്പോ ഈ അമേരിക്കക്കാരനാ വരുന്നത്. അമേരിക്കക്കാരൻ 2 ദിവസം അങ്ങനെ വന്ന്, ഒരു പകുതിക്ക് ശേഷമായിട്ട് വന്നിട്ട് അതില് കഥ ആകെ മാറി പറഞ്ഞു. എന്നുവെച്ചാല് എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് പറയാറേ, അവനെ അറിയൂല.
ആയിക്കോട്ടെ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇതേ മതിയേട്ടാ. അല്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. എന്താ വെച്ചാ ഒറ്റക്ക് ഞാൻ മുണുങ്ങി എന്ന് പറയില്ല. ഈ മതി. ഇതുടി ഇതുടി അങ്ങനെ പിടിക്കാൻ പറ്റില്ലത്. അതില് ശർക്കര ഉണ്ട്. അവിടെ വെച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നും ലൈവ് പ്രതീക്ഷിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മളെ സായിപ്പ് റെഡിയാണ്. സായിപ്പിന്റെ അല്ല, ഈ മുട്ടയുടെ മണമൊക്കെ ഒരു പട്ടി വരും രാത്രി കിടക്കുമ്പോ. അതൊക്കെ ചിലപ്പോ ഒന്നും വരും. ഒരു കാര്യം, സൽമാനെ അവിടെ ചേർത്ത് കെട്ടിക്കോ. എന്താ, പട്ടി വന്നു കഴിഞ്ഞിട്ട് ഓരോ തൊഴിൽ കൊടുത്തോളൂല്ലോ അല്ലേ? സൽമാനെ ചേർത്ത് നീ കാപ്പി പിടി. അപ്പത്തേക്ക് ഞാനതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടോ. ഇതാ ഗ്ലാസ് കഴുകി തരാം, കാപ്പി കുടിച്ചോ. കഴിവൊന്നും വേണ്ട, അവിടെ വെച്ചാൽ മതി, ഞാൻ കുടിച്ചോളാം. കുടിക്കേ. ഫുഡ് എങ്ങനെണ്ടാ? ഫുഡ് സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ നന്നായിട്ടുണ്ട്. അവിടെ നീ പിന്നെ നല്ല കുറച്ചാണെങ്കിലും നല്ല രുചിയോട് നല്ല രസമല്ലേ? അങ്ങനെയല്ല, ഇതിപ്പോ കാണുന്നവർക്ക് വിചാരിക്കും ഒരു ഓംലേറ്റ് ഉണ്ടാക്കി നന്നായിട്ട് എന്ന് പറയാം. പക്ഷെ എന്നാലും അത് ഉണ്ടാക്കിയിട്ട് അതിന്റെ പാകത്തിന് എല്ലാ കാര്യങ്ങളും ആയിട്ട് അല്ല ഇങ്ങനെ കഴിക്കാൻ അത് വേറെ രസം. ഇനിയിപ്പോ നീ പോകുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആവുക. അത് കുഴപ്പമില്ല. രാത്രി ഒരു കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നേരം എടുക്കുമല്ലോ. അപ്പൊ സൽമ ഇവിടെ എല്ലാം കൊണ്ട് കാവലുണ്ടല്ലോ. പിന്നെ ഉറങ്ങണേന് പേടിയൊന്നുമില്ല. ഇനിയിപ്പോ കുറച്ചേരം എഡിറ്റ് ചെയ്യണ്ട, അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പഴയ പോലെ ഇപ്പൊ അങ്ങനെ പുലിശല്യം കടുവശല്യം ഒന്നും ഇല്ല. പറഞ്ഞ കേൾക്കുന്നില്ല അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ നീ ഇനി ക്യാമ്പിങ്ങിന് എവിടെയാ പോകുന്നത്? നൈറ്റ് ഇന്നാ? അങ്ങനെയല്ല, നൈറ്റ് ക്യാമ്പിങ്ങിന് ഇനി നല്ല സ്ഥലത്തൊക്കെ പോകുമ്പോ നീ വിളിക്ക്. നിനക്ക് വരാൻ പറ്റുമോ കടയടച്ചിട്ട്? നൈറ്റില് വരാം. നീ നൈറ്റ് എന്ന് പറയുമ്പോ നീ ഒരു 9 മണിക്കൊക്കെ ശേഷം എടുക്കുന്ന വീഡിയോ ആയിട്ട് എടുത്താൽ മതി. നൈറ്റ് ഏതായാലും രാത്രി കിടന്നുറങ്ങണ്ടല്ലേ? രാത്രി കിടന്നുറങ്ങണല്ലോടാ, പകല് പോയി അവിടെ എല്ലാം സെറ്റ് ആക്കണ ഇത് എടുക്കണ്ടേ? എന്നാലും കുഴപ്പമില്ല, സെറ്റ് ആയി വരുമ്പോഴത്തേക്കും ഞാൻ വരാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോ വേറെ കാര്യം, ഭയങ്കര കാട്ടിലൊന്നും പോയിട്ട് എടുക്കരുത്. അങ്ങനെ കാടിന്റെ അടുത്ത് എന്താറിയോ, എനിക്ക് പേടിയാ ഈ എന്തെങ്കിലും ജീവികളൊക്കെ ഒന്ന് ഉപദ്രവിച്ചാലോന്ന്. എന്തെങ്കിലും ജീവികളല്ല, വലിയ കടുവ പുലിയൊക്കെ ആണെങ്കിലേ സംഭവം അല്ലേ? അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരും, അതൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നും ഇല്ല. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിപ്പോ അങ്ങനെ അല്ലേ, പറയാൻ പറ്റില്ലടാ സതീശ. നീ പിന്നെ എന്തിനാടാ ഇത്ര റിസ്ക് എടുത്തിട്ടൊക്കെ അവിടെ പോയിട്ട്? വേറെ കണ്ടന്റ് വേണ്ടേ? എനിക്ക് അറിയാവുന്ന ഒരു സാധനം ഇതേ ഉള്ളൂ. കണ്ടന്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്നാള് പറഞ്ഞില്ല മറ്റേ ഇവിടെ നെല്ലാറെ പോയത്? അറിയാവുന്ന സാധനം അതുമല്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇതാണ്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ചെയ്താലല്ലേ നമുക്ക് അതിനകത്തൊരു സക്സസ്ഫുൾ കാണാൻ പറ്റും. സംഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് നീ എടുക്കുന്ന ഇതിന് റിസ്ക് എന്താന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇത് ഒരു വീഡിയോ ആയിട്ട് കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര അറിയുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര ഒരു ബഹുമാനല്ല, ഒരു വിഷമം. പോണില്ലല്ലോ സൽമക്കുട്ടി, അവ കഥ കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ആവട്ടെ കേട്ടോ. ഇവിടെ അത് ലൈവ് ഇടാൻ ഇപ്പൊ പറ്റൂല, കുറച്ച് നെറ്റിന്റെ പ്രശ്നമുണ്ട്. എന്താ കറങ്ങുന്നുണ്ട്. നീ വേഗം എടുത്തു വെക്കാൻ പോവാണേ. നമുക്ക് ചെറിയ ദിവസം കൊടുത്തു വരാം. ഓക്കെ. എന്തായി ലൈവ് നടക്കൂല? ലൈവ് നടക്കൂല, കുറച്ചും കൂടി താമസമുണ്ട്. സൽമാൻ എന്തോ അവിടെ സൗണ്ട് കേട്ടിട്ട് നോക്കി നിൽക്കുക. അവിടെ ആൾക്കാർ സംസാരിക്കണം. അപ്പോഴേ ഞാനേ മെല്ലെ വിടാൻ നോക്കട്ടെ. 10 മണിയാണായി. ഓക്കെ, നീ വിടുക, ഞാൻ പോട്ടെ. ആന്തരി നോക്കടാ. നീ എന്താണ് പറയുന്നത്? 10 മണിയായി. അപ്പൊ നമ്മളെ ആളെ മറ്റേ ഓംലേറ്റും മുട്ടയൊക്കെ തിന്ന് നല്ലോണം നല്ല ഗേറ്റ് കയറ്റിട്ട് 10 മണിയായി. ഞാൻ പോട്ടേന്ന്. എന്താ അറിയോ, ഇവനിവിടെ കിടന്നുറങ്ങാനുള്ള. ഇപ്പൊ ഞാനിവിടെ നേരം വെക്കുന്നവരെ നിന്നാ കഴിഞ്ഞാൽ ഓരോ കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോണ്ടേ. അപ്പൊ എനിവേ താങ്ക് യു. ഇവിടെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. ഞങ്ങൾ നീ രാവിലെ വരുമോ? ഞാൻ രാവിലെ വരും. എത്ര മണിക്ക് വരും? രാവിലെ വരും, നേരത്തെ വരും. രാവിലെ വന്നിട്ടേ, രാവിലെ നേരത്തെ ഒന്നുമില്ല, നീ 9 മണിയാവും. അല്ല, നീ നേരത്തെ നീറ്റിട്ട്. ഞാൻ നേരത്തെ നീറ്റ് കട്ടൻ കാപ്പി കുടിക്കാൻ എന്റെ പരിപാടി തീർന്നു. കുഴപ്പമില്ലല്ലേ? അപ്പൊ എന്തായാലും രാവിലെ കാണാൻ നമുക്ക്. അതാ ലേറ്റും കുറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. പറഞ്ഞിട്ട് പോ എല്ലാവരോടും. അപ്പൊ എല്ലാവരോടും എങ്ങനെയാണ് പറഞ്ഞോ? അപ്പൊ എല്ലാവരോടും നമസ്കാരം ഒന്നുകൂടി പറയുന്നു. അതന്നെ നമസ്കാരം. എന്തുണ്ടല്ലേ?
പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോയില്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ കേട്ടിരുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ, ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ വന്നു ചേരുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടി കാണാം. നിന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് വണ്ടിയും മലയും. പിന്നെ എൻ്റെ വീഡിയോ ആണ്, എൻ്റെ ചാനലാണ് ഈ വണ്ടിയും മലയും. അപ്പോൾ വണ്ടിയും മലയും ചാനലിൻ്റെ ഒന്ന് കയറി നോക്കിയിട്ട് പരമാവധി നിങ്ങൾ കഴിയുന്നത് എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മതി. 1/2 മണിക്കൂർ വീഡിയോ ഇടാം, മതി. എന്നാ വിട്ടോ. ഓക്കെ, കാണാട്ടോ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. വെള്ളം വേണോ കുറച്ചുകൂടി കുടിക്കാൻ? വെള്ളം കുടിപ്പിച്ചു നീ വേണോ? വേണ്ട, മതി. എന്നാ വിട്ടോ. താങ്ക് യു. വണ്ടി അവിടെ ഉണ്ട്. ഓക്കെ.